എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. ക്യാപ്റ്റന്റെ ലൈഫില് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ ക്യാപ്റ്റൻ വർക്കൊക്കെ കഴിഞ്ഞ് ഹായായിട്ട് വീട്ടിലേക്ക് വരുമ്പോ വലിയൊരു തീ ഗ്രാമത്തിലാകമാനം കത്തിപ്പടരുന്നതായിട്ട് അവൻ കാണും. അവൻ പേടിച്ച് ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോ അത് മുഴുവനായിട്ടും തീ കത്തി നശിക്കുന്നതായിട്ടാണ് അവൻ കാണുക. വീടിന്റെ അകത്തായിട്ട് ഇപ്പൊ ആ ഉണ്ടവില്ലനാവട്ടെ അവന്റെ അനിയനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായിട്ടായിരിക്കും ഇപ്പൊ ക്യാപ്റ്റൻ കണ്ടോണ്ടിരിക്കുക. അവനിരുന്ന് കരയാണ്. അപ്പ ആ വീട് മുഴുവനായിട്ട് ഇടിഞ്ഞു വീണ് വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പൊ മരിച്ചു പോവും. പക്ഷെ അവൻ ഒരുപാട് തെരഞ്ഞെങ്കിലും അവന്റെ അനിയന്റെ ബോഡി മാത്രം ആ വീടിന്റെ ഉള്ളില് അവന് കണ്ടെത്താൻ കഴിയില്ല. അവന്റെ പാരന്റ്സ് മരിച്ചു പോയതിലല്ല, അവന്റെ തൊട്ടു മുൻപിൽ വെച്ച് അവന്റെ അനിയൻ ഇല്ലാതായി പോയതാണ് അവൻ ഏറ്റവും കൂടുതൽ വിഷമമായത്. അവൻ ആകെ അപ്സെറ്റായിട്ട് ഇപ്പൊ കലി കയറി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഡെമ്മികളെ കത്തിവെച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് എന്തെങ്കിലും ഒരിക്കല് തന്റെ ഫാമിലിയെ നശിപ്പിച്ചവനെ ഇല്ലാതാക്കാനുള്ള പകയാണ് അവൻ പിന്നീട് വളർത്തിയെടുത്തത്. അതിനുശേഷം കത്തിക്കരിഞ്ഞ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛന്റെ അമ്മയുടെയും ബോഡി റിക്കവർ ചെയ്യും. പക്ഷെ അവന്റെ അനിയന്റെ ബോഡി അത് മാത്രം അവന് കിട്ടില്ല. ഒരു പക്ഷേ അത് കത്തിക്കരിഞ്ഞു പോയിരിക്കാം എന്നവൻ ചിന്തിച്ച് ഇപ്പൊ ഒരുപാട് വിഷമിച്ചു നിൽക്കും. അവൻ അവസാനമായിട്ട് അവന്റെ അനിയന് വേണ്ടി കരുതി വെച്ച ഒരു മീനിന്റെ ലോക്കറ്റ്, അത് മാത്രമേ ഇപ്പൊ അവന്റെ കയ്യിൽ ബാക്കിയുള്ളൂ. എന്റെ അനിയനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ അലറിക്കാറും. അത് കഴിഞ്ഞ് 3 വർഷം. ഈ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ വില്ലനെ നമ്മുടെ ക്യാപ്റ്റന്റെ മുൻപിൽ കിട്ടുന്നത്. പക്ഷേ ആ ഒരു വില്ലന് അവന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ പാവം ക്യാപ്റ്റന്. തന്റെ ജോലിയില് ഒരിക്കലും ഇമോഷൻസ് കൊണ്ടുവരാൻ പാടില്ലെങ്കിലും തന്റെ ഫാമിലിയെ നശിപ്പിച്ചതിനെ വെറുതെ വിടാൻ തയ്യാറല്ല നമ്മുടെ ക്യാപ്റ്റൻ. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനില് ക്യാപ്റ്റൻ ആവട്ടെ ഈ ഒരുത്തനാണ്. ഇവൻ തന്നെയാണ് അന്നെന്റെ ബ്രദറിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് അവനെ വെട്ടാൻ ഒരുങ്ങും. അപ്പൊ ഒരു സെക്കൻഡ് വില്ലനാവട്ടെ അത് കേട്ട് ഷോക്കാവും. കുട്ടപ്പൻ ചാടി വീണ് അവനെ തടയുമ്പോ മാറി നിക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ അവൻ തട്ടി മാറ്റാൻ ശ്രമിക്കും. അതിന് കുട്ടപ്പൻ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വെച്ച് ഇവനെ കൊല്ലാനായിട്ട് ഞാൻ അനുവദിക്കില്ല. നമ്മുടെ മിഷൻ ഇവനെ സേഫ് ആയിട്ട് ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ്. ക്യാപ്റ്റൻ വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടു പറയും, മാറി നിക്കടാ, എനിക്ക് അവനെ കൊന്നേ തീരൂ, ഇവിടെ ഇപ്പൊ ആരുമില്ല, ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവനിപ്പൊ പാഞ്ഞെടുക്കും. അതിന് ക്യാപ്റ്റൻ പറയും, നിനക്കിപ്പോ നിന്റെ ജീവൻ അത് വേണമെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടി പോകരുത്, തീർച്ചയായിട്ടും ഞാൻ ഇവനെ ഇവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നു പറയും. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും ഇവനെ അടിച്ചു തോൽപ്പിക്കാതെ തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ സാക്കുറയും ലിയോ ആവട്ടെ വലിയൊരു കാട്ടില് പെട്ടുകിടക്കാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ലീ സാക്കുറയുടെ കൈ കയറി പിടിക്കുമ്പോ ആ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ചെക്കന്മാര് പുറത്തേക്ക് വരും. ആ പിള്ളേരെല്ലാം തന്നെ ഒരുപാട് കത്തിയും വടിയും ഒക്കെ വെച്ച് നമ്മുടെ ആൾക്കാരെ റൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പൊ അതിലൊരു ചെക്കൻ, ഞങ്ങളുടെ വില്ലമാമൻ എവിടെ, അവനെ തന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇടിച്ച് സൂപ്പാക്കൂന്ന് പറയും. അതിന് നമ്മുടെ ആൾക്കാര്, അയ്യോ ഇല്ലില്ല, അവൻ സേഫ് ആയിട്ടിരിക്കുകയാണ്, ഞങ്ങൾ പറയുന്ന കേക്ക്, നമുക്ക് ആദ്യം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താന്ന് പറയും. കാരണം അവരെല്ലാവരും ചെറിയ പിള്ളേരാണ്. നമ്മുടെ ആൾക്കാര് ഒരു ഊത്തൂതിയാല് അവര് പറന്നുപോയി വീഴും. അപ്പൊ അതേ സമയത്ത് ഏതോ ഒരു കുരുത്തങ്കെട്ട ചെറുക്കൻ വലിയൊരു കുന്തമായിട്ട് ഇപ്പൊ സാക്കുറയുടെ നേർക്ക് ചാടി അങ്ങോട്ട് വീഴും. ഇവിടെ ക്യാപ്റ്റൻ ആവട്ടെ കത്തിയെടുത്ത് വെട്ടാൻ നിൽക്കുമ്പോ കുട്ടപ്പൻ ചാടി വീണ് അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്റ്റനെ അങ്ങനെ തന്നെ ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. കുട്ടപ്പൻ അങ്ങനെ ക്യാപ്റ്റനെ മടക്കി പിടിക്കുമ്പോ ഇവിടെ വില്ലന് എന്തോ ഒരു കാര്യം ഓർമ്മ വന്ന് അവൻ, അത് നിന്റെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അവൻ അടുത്തേക്ക് വരും. കുട്ടപ്പനാണ് മനസ്സിലാവില്ല, എന്താണ് നീ പറയണേ, അവൻ നിന്നെ കൊല്ലും, മാറി നിക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ വില്ലനെ മാറ്റി നിർത്തും. വില്ലൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ ഇപ്പൊ വേറൊരുത്തൻ വന്ന് നമ്മുടെ വില്ലനെ ആവട്ടെ അവനെ അങ്ങനെ തന്നെ ഒരു നെറ്റിൽ ട്രാപ്പ് ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് തൂക്കിയെടുക്കും. വില്ലനെ മാത്രമല്ല നമ്മുടെ കുട്ടപ്പനെയും ക്യാപ്റ്റനെയും എല്ലാവരെയും അവൻ ലോക്ക് ചെയ്ത് പിടിക്കും. പുതിയ വില്ലൻ പറയും, തൽക്കാലത്തേക്ക് ഇവനെ ഞാൻ കൊണ്ടുപോവാണ്, ഈ ഒരു നെറ്റിലെ ഹീറ്റ് അത് താങ്ങാനാവാതെ നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോകുന്നു പറഞ്ഞ് അവൻ ആ ഉണ്ടവില്ലനെ ഇപ്പൊ തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നുപോകും. ഇവിടെ കുട്ടപ്പൻ അവൻ കിടന്ന് പെടയ്ക്കാണ്, അയ്യോ നമ്മുടെ ഉണ്ടപ്പനെ അവര് തൂക്കിക്കൊണ്ടുപോയോ, എങ്ങനെയെങ്കിലും എനിക്ക് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കിടന്ന് പെടയ്ക്കാൻ തുടങ്ങും. അതേ സമയത്ത് ഇവിടെ ആ ഒരു പിള്ളേരാവട്ടെ നമ്മുടെ രണ്ടാൾക്കാരെയും ഒരു മരത്തിൽ കെട്ടിയിട്ട് ഇപ്പൊ വീണ്ടും കമ്പ് കൊണ്ട് കുത്താൻ വരും. പക്ഷെ നമ്മുടെ ലീ
അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവരോട് സംസാരിച്ച് ഇപ്പൊ പിള്ളേരെ കയ്യിലെടുക്കും. ഞങ്ങൾ രണ്ടുപേരും ലീഫ് വില്ലേജിലെ ഷിനോബീസ് ആണ്. നിങ്ങളുടെ ജിമ്മം വില്ലനെ അവനെ സേഫായിട്ട് ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് കപ്പൽ തകർന്ന് അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അത് കേട്ട് കുട്ടികൾ പറയും, ആ ഒരു ഉണ്ടപ്പൻ അവൻ ഞങ്ങളുടെ രക്ഷിതാവാണ്. അവന്റെ കൂട്ടത്തിലുള്ളവര് ഞങ്ങളുടെ വീട് നശിപ്പിച്ച് അച്ഛനെയും അമ്മയും കൊന്നുകളയുമ്പോൾ ആ ഒരു ഉണ്ടപ്പനാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഞങ്ങളെല്ലാവരെയും രക്ഷിച്ച് ഇവിടെ എത്തിച്ചത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്നേഹവും തന്ന് ഞങ്ങളെ ഒരു ഫാമിലിയാക്കി അവൻ ഇത്രയും കാലവും ഞങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാരാവട്ടെ അത് കേട്ട് ഷോക്കായി പോവും. മാത്രമല്ല അവന്റെ ടീം അടിച്ചു മാറ്റിയ പണവും സ്വത്തുക്കളും എല്ലാം തന്നെ ഈ ഒരു ഉണ്ടപ്പൻ അവരറിയാതെ ഒളിപ്പിച്ചു വെച്ച് അതുമായിട്ട് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ആവാനാണ് ഇത്രയും കാലവും അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ സറണ്ടർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ കൂടെയുള്ളവരെയും പിടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവൻ സ്വയം മനസ്സാലെ വന്ന് ഇപ്പൊ പോലീസിന് പിടികൊടുത്തത്. ആ ഒരു വില്ലന്മാര് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉണ്ടപ്പനെ കഷ്ടപ്പെടുത്തും. അവനെ കൈ കിട്ടിയ കൊന്നുകളയും. അതിനു മുൻപ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അവനെ രക്ഷിക്കണമെന്ന് പറയും. അത് കേട്ട് സാക്കുറ പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവനിപ്പോ കുട്ടപ്പന്റെ കൂടെയാണ്, അവൻ സേഫാണ്, അവനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് സാക്കുറ ആവട്ടെ അവരെയും കൂടെ വിളിക്കും. ഇവിടെ കുട്ടപ്പനും ക്യാപ്റ്റനും എങ്ങനെയെങ്കിലും ആ ഒരു നെറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഒരുപാട് നേരം വെയിലടിച്ച് ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലൂടെ വിയർപ്പ് ഒലിച്ചിറങ്ങി ഇപ്പൊ പതിയെ ആ ഒരു നെറ്റിൽ വീഴും. അപ്പൊ കുട്ടപ്പൻ കാണും ആ ഒരു നെറ്റ് അത് പതിയെ പതിയെ ലൂസാവുന്നത്. കുട്ടപ്പൻ ആ കാര്യം ഇപ്പൊ ക്യാപ്റ്റനോട് പറയുമ്പോ ക്യാപ്റ്റൻ ആവട്ടെ അവന്റെ ബോഡിയിലുള്ള എല്ലാ വേർപ്പും ഇപ്പൊ നെറ്റിലേക്ക് തെറിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ പറയും, നമുക്ക് വേർപ്പിന്റെ കൂടെ കുറച്ച് യൂറിൻ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇത് തകർക്കാം. പക്ഷെ കുട്ടപ്പൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു ഉണ്ടപ്പൻ വില്ലനെ കുറിച്ചാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഓരോ തവണ കുട്ടപ്പൻ അപകടത്തിലേക്ക് വീഴുമ്പോഴും അവനാണ് അതിൽ നിന്നെല്ലാം തന്നെ കുട്ടപ്പനെ രക്ഷിച്ചത്. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും തീർച്ചയായിട്ടും അവൻ വില്ലനല്ല, മറിച്ച് അവനാണ് നായകൻ. അങ്ങനെ ആലോചന കഴിഞ്ഞ് ഇപ്പൊ കുട്ടപ്പൻ പറയും, എന്ത് വില കൊടുത്തും ഞാൻ അവനെ രക്ഷിക്കും. അതിന് ഈ നെറ്റാണ് തടസ്സമെങ്കിൽ ഇത് ഞാൻ കടിച്ചു മുറിക്കുന്നു പറയുമ്പോ അപ്പുറത്തെ ക്യാപ്റ്റൻ ആവട്ടെ എന്റെ വീട്ടുകാരെ കൊന്ന ആ ഒരു വില്ലനെ തീർച്ചയായിട്ടും ഞാൻ തന്നെ കൊല്ലുന്നു പറഞ്ഞ് അവനും കുട്ടപ്പനെ പോലെ ആ ഒരു ചരട് ഇപ്പൊ കടിച്ചു വലിക്കും. അങ്ങനെ ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ആ ഒരു ചരട് അങ്ങനെ തന്നെ പൊട്ടും. ക്ലിക്ക് ക്ലിക്ക് കട്ട് ചെയ്ത നമ്മുടെ ഉണ്ടപ്പനെ തട്ടിക്കൊണ്ടു പോയവൻ അവനിപ്പോ മരത്തിലൂടെ അങ്ങനെ പാസ് ചെയ്തു പോവാണ്. അപ്പൊ താഴെയായിട്ട് ഇപ്പൊ സാക്കുറയും ലീയും കുറെ പിള്ളേര് നിൽക്കുന്നതായിട്ട് വില്ലൻ കാണും. നമ്മുടെ ഉണ്ടപ്പൻ അവന്റെ കുട്ടികളെ കാണുമ്പോ അവൻ കുതറിച്ചാടി ആ ഒരു കയറ് പൊട്ടിച്ച് അങ്ങനെ താഴെ വീഴും. കുട്ടികൾ അവനെ കണ്ട് ഒരുപാട് സന്തോഷത്തില് അവന്റെ ചുറ്റും വരുമ്പോ വില്ലൻ അവരുടെ മുൻപിലേക്ക് ചാടി വീണ് പിള്ളേരെ എല്ലാം തന്നെ ഇപ്പൊ അട്ടിച്ചു തെറിപ്പിക്കും. വില്ലൻ ചാടി എഴുന്നേറ്റ് അവന്റെ നെറ്റ് ഉപയോഗിച്ച് വലിയൊരു ഷീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ലീ കറങ്ങിച്ചാടി ആ ഒരു ഷീൽഡിനെ ഇടിക്കുമെങ്കിലും അവന്റെ കാലൊടിഞ്ഞ് ഇപ്പൊ അങ്ങനെ താഴെ വീഴും. വില്ലൻ അവന്റെ നെറ്റ് ഉപയോഗിച്ച് ഒരു കുഞ്ഞിച്ചക്കനെ പിടിച്ചു വലിച്ച് അവനെ ഇറുക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒരുപാട് വിഷമത്തില് വേറെ വഴിയില്ലാതെ നമ്മുടെ ഉണ്ടപ്പൻ പറയും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത പൈസ എല്ലാം തന്നെ ഈ മക്കൾക്കാണ് കൊടുത്തത്, അത് അവർക്ക് അവകാശപ്പെട്ട പൈസയാണെന്ന് പറയുമ്പോ വില്ലന് കലി കയറി ഇപ്പൊ നമ്മുടെ ഉണ്ടപ്പന്റെ അടുത്തേക്ക് അവൻ പാഞ്ഞെടുക്കും. അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ കുട്ടപ്പൻ ചാടി വീണ് വമ്പൻ ഡയലോഗൊക്കെ അടിക്കുമ്പോ നമ്മുടെ ക്യാപ്റ്റൻ ആവട്ടെ അവൻ കുട്ടപ്പന്റെ അടുത്തുള്ള നമ്മുടെ ഉണ്ടപ്പനെ നോക്കും. അവന്റെ അടുത്തായിട്ട് ഇപ്പൊ ഒരു ചെറിയ പയ്യനെയും കാണും. ചെറിയ പയ്യനെ കണ്ട് അവനങ്ങനെ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.